വീട്ടിലെ മണ്ണ് കൊണ്ട് ക്ലേ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ തുള്ളിച്ചാടി പോകുന്നതാണ് എന്റെ സോയി. ക്ലേ ഉണ്ടാക്കാനായി മേലത്തെ കുറച്ച് പോർഷൻ മണ്ണ് മാറ്റി താഴെയുള്ള മണ്ണാണ് എടുക്കേണ്ടത്. ഞാൻ ഈ കുഞ്ഞു ബക്കറ്റ് നിറയെ 2 ബക്കറ്റ് മണ്ണാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കയ്യിൽ തടയുന്ന വേരും കല്ലും ഒക്കെ പെറുക്കി മാറ്റുന്നുണ്ട്. ഇനി ഈ ബക്കറ്റിന്റെ ഏതാണ്ട് 3/4 വെള്ളം ഒഴിച്ചു കൊടുക്കാം. കമ്പോ പൈപ്പും കഷ്ണോ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫസ്റ്റ് വലിയ അഴിയുള്ള നെറ്റ് യൂസ് ചെയ്ത് ഒന്ന് അരിച്ചെടുക്കുക. ഈ സ്റ്റെപ്പ് കമ്പൽസറി അല്ല, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് ഇപ്പൊ അരിച്ചപ്പോ കിട്ടിയ വേസ്റ്റ് ആണ്. ഇനി ഈ തോർത്തിലൂടെ ചെളിവെള്ളത്തെ അരിച്ചെടുത്തപ്പോ മണൽ കണക്ക് തരി വേസ്റ്റ് ആണ് കിട്ടിയത്. ഫസ്റ്റ് വട്ടം ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഞാൻ 4 വട്ടം അരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും 2 വട്ടം അരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എടുക്കുന്ന മണ്ണിന്റെ സ്വഭാവം അനുസരിച്ച് അരിക്കുന്നതിന്റെ എണ്ണവും മാറും. അരിച്ചെടുത്ത ചെളിവെള്ളത്തെ ഒരു തുണി കൊണ്ട് മൂടി വെച്ചു. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ എടുത്ത് നോക്കിയിട്ടും ചെളിവെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് വെള്ളവും തെളിഞ്ഞു കഴിഞ്ഞിട്ടേ ചെളി എടുക്കാവൂ എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ക്ലേ 4-5 മണിക്കൂർ കഴിയുമ്പോഴേ അടിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ മേലത്തെ വെള്ളം കളഞ്ഞ് അടിയിലത്തെ ക്ലേ വേറൊരു തുണിയിലോട്ട് മാറ്റി അതിലെ വെള്ളം തോരാനായി ഇതുപോലെ ഒന്ന് തൂക്കിയിട്ടു. 2 മണിക്കൂർ കഴിഞ്ഞ് അതിനെ തോർത്തിലൊന്ന് പൊതിഞ്ഞുകൂടെ വെച്ചു. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഈ കിഴി അഴിച്ച ക്ലേ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തു. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും ക്ലേ അത്യാവശ്യം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം നുള്ളിപ്പറക്കിയെടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തെടുക്കാൻ നല്ല പാട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 തുള്ളി വെള്ളവും കൂടെ ആഡ് ചെയ്താൽ മതി. ഒത്തിരി വെള്ളം ആയി പോകരുത്, എങ്കിൽ വീണ്ടും ചെളിയായി പോകും. അങ്ങനെ ഒരു മൽപ്പിടുത്തത്തിനൊടുവിൽ നമ്മുടെ ക്ലേ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ കവറിലോ ടിന്നിലോ ആക്കി സൂക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ.